ആരെത്ര ബഹുമാനിച്ചാലും അതേ അങ്ങനെയാണല്ലോ. നല്ല കാര്യം ഉപദേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എതിർക്കാനുണ്ടാകും, ഒരുപാട് ആളുകളെ ശത്രുതയുണ്ടാകും. വഅ്മുറു ബിൽ മഅറൂഫി വൻഹി അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം. അതുമായി മുന്നോട്ട് കഠിനമായ എതിർപ്പുണ്ടാകും. ആ എതിർപ്പുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് തീരുമാനിച്ച് മുന്നോട്ട് പോകണം. അത് പറഞ്ഞ ഉടനെ അല്ലാഹു തആല ലുഖ്മാനുൽ ഹകീം നിങ്ങളെ ഉപദേശം പറഞ്ഞില്ലേ, വലാ തുസൈർ ഖദ്ദക ലിന്നാസി വലാ തംസി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരു ഭാഗത്ത് കടുത്ത എതിർപ്പുണ്ടാകുമ്പോ തന്നെ ഒരു കൂട്ടർ നിന്നെ നന്നായി ബഹുമാനിക്കാനുണ്ടാവും. അപ്പൊ നീ പൊന്തിപ്പോകരുത്. വലാ തുസൈർ ഖദ്ദക ലിന്നാസ്, ജനങ്ങൾക്ക് നീ മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു കളയുന്നവനാകരുത്. എല്ലാവർക്കും മുഖം കൊടുക്കണം, എല്ലാവരുമായി സൗമ്യമായ പെരുമാറ്റം വേണം. വലാ തുസൈർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ അഹങ്കാരിയായി നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. സ്റ്റാറ്റസ് നടിക്കുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടൂല. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്കാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഔലിയാക്കൾ എന്ന് അല്ലാഹുമായിട്ട് നല്ല സ്നേഹബന്ധമുള്ളവർ, അല്ലാഹുമായി അടുത്തവർ. അല്ലാഹ് ഇഷ്ടപ്പെടും. അല്ലാഹു ഒരിക്കലും അഹങ്കാരികളെ ഇഷ്ടപ്പെടൂല, സ്റ്റാറ്റസ് നടിക്കുന്നവരെ ഇഷ്ടപ്പെടൂല. അപ്പൊ നമ്മളെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം, പ്രവർത്തനങ്ങൾ സുബദ്ധമായിരിക്കണം, തഖ്വയോടുകൂടെ ജീവിക്കണം. അപ്പൊ അല്ലാഹു തആല ആദരവ് നൽകുന്നത് ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കുമ്പോഴാണ്, അനുസ്മരിക്കപ്പെടേണ്ടവരെ അനുസ്മരിക്കുമ്പോഴാണ്. അത് നല്ല വിധത്തിലായിരിക്കണം. അല്ലാഹു തആല അതാ നമ്മിൽ നിന്ന് പൊരുത്തപ്പെടുന്ന വിധത്തിലാകണം. അല്ലാത്ത യാതൊന്നും വന്നു പോകരുത്. അതബ് വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ചെയ്തു തരണമോ, ചെയ്തു തരുമോ? ബഹുമാനപ്പെട്ടവർക്ക് വലിയ ബഹുമാനമാണ് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിനോട്. വലിയ കറാമത്തുള്ള മഹാനാണ്. പക്ഷേ എനിക്ക് കറാമത്തുണ്ടായി എന്ന് വേറെ ആരും അറിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളാണ് ആ മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞപ്പോ പറഞ്ഞു, സാധിക്കുന്നതാണെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരും. നിങ്ങൾ പറഞ്ഞാൽ കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരും. അപ്പൊ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളെ നാവൊന്ന് നീട്ടി തരണോ? അതെന്തിനാ? എനിക്കൊന്ന് ചുംബിക്കാനാണ്. അതെന്തേ? നിങ്ങളെ നാവ് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാവാ. നിങ്ങളൊരു മുഹദ്ദിസ, ഹദീസുകൾ ഇങ്ങനെ ദർസ് നടത്തുന്ന ആളാ. അതുകൊണ്ട് ഹദീസ് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്ന ആ നാവ് ഒന്ന് ബർക്കത്തിന് വേണ്ടി ചുംബിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. നേരത്തെ പറഞ്ഞല്ലേ സാധിക്കുന്നേ ചെയ്തു തരൂ എന്ന് ആദ്യം പറഞ്ഞു വരുന്നല്ലോ. ഇനി ഇവ നീട്ടി കൊടുക്കലാണ് നിർവാഹം. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നാവ് നീട്ടിക്കൊടുത്തു ചുംബിക്കാൻ വേണ്ടി സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു. ആ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു വെള്ളത്തിന്റെ മേലെ കൂടി നടന്നു പോകുന്ന വലിയ കറാമത്തുള്ള ആളായി. അത് മാത്രമൊന്നല്ല, വേറെയും ഒരായിരക്കണക്കിന് കറാമത്തുള്ള ആളായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിന്റെ മേലെ നടന്നു പോകുന്നു എന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, വലിയ കറാമത്തുണ്ട്. മൂപ്പര് പറഞ്ഞു, നിങ്ങൾ പള്ളിയിലെ മുക്കരിക്കാനോട് ചോദിച്ചു. ഞാൻ പോലുണ്ട് എന്ന് പറഞ്ഞാൽ പോലില്ല എന്ന് പറഞ്ഞു. പള്ളിയിലെ മുക്കരിക്കാനോട് ചോദിച്ചു. അപ്പൊ ഇവര് മുക്കരിക്കാന്റെ അടുത്ത് പോയി. മുക്കരിക്കാന്റെ അടുത്ത് ചെയ്തപ്പോ മുക്കരിക്ക പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. മൂപ്പര് ഒരു ദിവസം വെള്ളത്തിൽ വീണപ്പോ ഞാനില്ലെങ്കിൽ രക്ഷപ്പെടൂലായിരുന്നു, ഞാനാ പിടിച്ച് കയറ്റിയത്. ഈ ഒരു മറുപടി മൂപ്പരടുത്ത് കിട്ടൂ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അല്ലാതെ കാരണം ഞാനങ്ങനെ ഒരു കറാമത്തുള്ള ആളാണെന്ന് ഞങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയാ മഹാന്മാർ. ലാ യൗമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. വലിയ വലിയ മഹാന്മാര്, അവർക്ക് വലിയ പേടിയാണ്, അവര് വലിയ കറാമത്തുള്ളവരാണെന്ന് ജനങ്ങൾ ധരിക്കണം എന്നൊരു ധാരണ അവരെ മനസ്സിലൊരിക്കലും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരാ സമയത്ത് പേടിക്കുകയാണ്, വല്ലാതെ ഭയപ്പെടുകയാണ്. ലാ യൗമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. പടച്ചവൻ എന്നെ കൊണ്ടുപോയി വെട്ടിൽ വീഴ്ത്തുകയാണോ? കുറെ അത്ഭുതങ്ങൾ തന്നിട്ട്, എന്റെ ദുആക്ക് ഇജാബത്ത് തന്നിട്ട് ഞാനൊരു വലിയവനാണെന്ന തോന്നലുണ്ടാക്കി എന്നെ നശിപ്പിക്കുകയാണോ എന്ന ഭയമാണ് മഹാന്മാർക്ക്. അതേ സമയത്ത് തഖ്വയില്ലാത്തവനാണെങ്കിൽ
അത്ഭുതം കാണുമ്പോൾ ഞാൻ വലിയ ആളായിപ്പോയി എന്ന ധാരണയാണ്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യൻ ഉസ്താദിന്റെ സമീപത്ത് വന്ന് എപ്പോഴും ക്ലാസ് കേൾക്കുന്ന ആളാണ്, ഉസ്താദിന്റെ കൂടെ ഇരിക്കുന്ന ആളാണ്. അതാ ഈ ചെറുപ്പക്കാരൻ ഒരിക്കൽ തോന്നി ഉസ്താദ് വേണോന്നില്ല, ഞാൻ ഒറ്റക്കിരുന്നൊന്ന് ദിക്റ് ചൊല്ലിയാലെന്താ. അങ്ങനെ ഒറ്റക്കിരുന്ന് കുറച്ചു കാലം ഇങ്ങനെ ദിക്റ് ചൊല്ലി. ആ ചെറുപ്പക്കാരന്റെ സമീപത്ത് രാത്രിയാകുമ്പോൾ പുലി വരുന്നു. പുലി വന്നാൽ പുലിയുടെ പുറത്ത് ആ ചെറുപ്പക്കാരൻ കയറുന്നു. ആ പുലിയുടെ പുറത്ത് കയറിയിട്ട് ചെറുപ്പക്കാരൻ യാത്ര ചെയ്യുന്നു. കുറെ അകലെ എത്തുമ്പോൾ ഒരു നല്ല തോട്ടം, നല്ല അരുവികൾ, എല്ലാ സൗകര്യവുമുള്ള സ്ഥലം, നല്ല കാഴ്ചക്കുള്ള സ്ഥലം, സ്വർഗമാണെന്ന് തന്നെ തോന്നുന്നു. അതേ സ്വർഗം തന്നെ എന്ന് മനസ്സിൽ ശരിക്കും ഉറപ്പിക്കുന്നു. അവിടെ എത്തിയാൽ പുലിപ്പുറത്തു നിന്ന് ഇറങ്ങി അദ്ദേഹം വിശ്രമിക്കുന്നു. നേരം വെളുത്താൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കായി വന്ന വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ ഡെയിലി വലിയ അത്ഭുതം നടക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഈ ചെറുപ്പക്കാരൻ വരാത്തത് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ അന്വേഷിക്കുന്നു, എന്തേ ആ ചെറുപ്പക്കാരനെ ഇപ്പൊ കാണാത്തത്. ആരോ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഒറ്റക്കാണ്, ഉസ്താദുമായി ബന്ധമില്ല, അദ്ദേഹം ഇപ്പൊ ഒറ്റക്കാണ്. വലിയ സ്ഥാനം കിട്ടിയെന്നാ പറയുന്നത്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ ശിഷ്യനെ കാണാൻ അങ്ങോട്ടേക്ക് പോയി. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അദീ തങ്ങളടക്കമുള്ള അഖ്താബുകളുടെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാർ. അങ്ങനെ മേൽപോട്ട് ചെല്ലുമ്പോൾ 2, 3, 4 ഗുരുനാഥന്മാർ എത്തുമ്പോൾ വലിയ മഹാനായ സയ്യിദു ത്വായിഫ, സർവ്വ സൂഫിയാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഒരു ശിഷ്യനെ കാണാൻ അങ്ങോട്ട് പോകുന്നു. മനസ്സിൽ ഞാനൊരു വലിയ മഹാനല്ലേ, എന്റെ ശിഷ്യന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോകേണ്ടതില്ലല്ലോ, അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. ആ ശിഷ്യന് വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തിരുത്തേണ്ട ബാധ്യത എന്റേതാണല്ലോ. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുന്നത്. ചെന്ന് ശിഷ്യനെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോ ഈ വലിയ അത്ഭുതങ്ങളൊക്കെയും ശിഷ്യനങ്ങ് വിവരിച്ചു കൊടുത്തു. രാത്രി സമയത്ത് പുലി വരുന്നു, അതിന്റെ പുറത്ത് കയറുന്നു, ഞാൻ പോകുന്നു, ഒരു വലിയ തോട്ടത്തിലെത്തുന്നു. അവിടെ ചെന്നാൽ നല്ല വെള്ളവസ്ത്രം ധരിച്ച കുറെ പ്രകാശമുള്ള ആളുകളാണ്. അവരുടെ കൂടെ ഞാൻ അവിടെ എത്തിച്ചേരുന്നു. എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ കിടക്കുന്നു. കിടന്നാൽ നേരം വെളുക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായി എന്റെ വീട്ടിലെത്തുന്നു. ദിനേന എന്റെ പതിവിതാണ്, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ശൈഖബറുകൾ പറഞ്ഞു, മോനെ ഇന്ന് രാത്രിയും നീ അങ്ങനെ പോയാൽ അവിടെ എത്തിയ ഉടനെ ഒരു ദിക്റ് ചൊല്ലണേ. ഏതാണ് ദിക്റ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതേ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദവാഉം മിൻ 99 ദാഅ. 99 രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഐസറുൽ ഹമ്മു, ആ രോഗങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായ രോഗം, ഏറ്റവും എളുപ്പമുള്ള രോഗം അൽ ഹമ്മു, ടെൻഷനാണ്. ടെൻഷൻ നീങ്ങാൻ വലിയ മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ദിക്ർ അവിടെ ചെന്നാൽ സ്വർഗത്തു നിന്ന് ചൊല്ലണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം ശിഷ്യനത്ര പിടിച്ചില്ല, ശിഷ്യനത്ര ഇഷ്ടപ്പെട്ടില്ല. സ്വർഗത്തിൽ ദിനേന പുലിപ്പുറത്ത് കയറി പോകുന്ന എന്നോട് ഉസ്താദ് ഇങ്ങനെ ഒരു ദിക്ർ എല്ലാം പറയണോ എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും ആ ശിഷ്യൻ അപ്പറഞ്ഞതുപോലുള്ള സ്വർഗത്തിന്റെ സമീപത്തെത്തിയപ്പോ ഉസ്താദ് ഏൽപ്പിച്ചത് ഓർമ്മയിൽ വന്നു. അതൊന്ന് ചൊല്ലിയാലോ, ഏതായാലും ഒന്ന് പരീക്ഷിച്ചു കളയാം
എന്ന നിലക്ക് അവിടെ എത്തിയിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 3 തവണ ചൊല്ലാനാ പറഞ്ഞത്. ചൊല്ലി അങ്ങ് തീരുമ്പോൾ സദസ്സിലുള്ള വെള്ള വസ്ത്രം ധരിച്ച നല്ല പ്രകാശം തോന്നിയ എല്ലാവരും എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എല്ലാവരും അട്ടഹസിച്ചു ഓടുകയാണ്. മുഴുവനാളും സ്ഥലം വിട്ടുപോയി. പിന്നെ അവിടെ നോക്കുമ്പോൾ നിറയെ ശവങ്ങളാണ്, നജസിന്റെ കൂമ്പാരങ്ങളാണ്, മുഴുവനും നജസാണ്. അപ്പോഴാ ശിഷ്യന് ബോധ്യം വന്നത്, ഉസ്താദിനെയും വിട്ട് ഞാൻ ഒറ്റക്ക് പോയിട്ട് കുറച്ച് ദിക്റും ചൊല്ലി വലിയ ആളായി, അത്ഭുതങ്ങൾ കണ്ടപ്പോ ഞാൻ വലിയ മഹാനായി സ്വർഗത്തിലെത്തി എന്നൊക്കെ ചിന്തിച്ചത് ഇത് ശൈത്താന്റെ വഞ്ചനയായിരുന്നു. ശൈത്താനിന് പല കോലവും കെട്ടാൻ കഴിയുമല്ലോ, പലതും പല അത്ഭുതവും കാണിക്കാൻ കഴിയുമല്ലോ. ഇത് ശൈത്താന്റെ വഞ്ചനയാണെന്ന് അപ്പോഴാണ് ആ ശിഷ്യന് ബോധ്യപ്പെടുന്നത്. അങ്ങനെ തന്നെ പൊട്ടിക്കരഞ്ഞ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്ന് അവിടുന്ന് തൗബ ചെയ്ത് നന്നാകുന്നു. ജുനൈദുൽ ബഗ്ദാദി നമ്മളെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഒരിക്കലും ചെറിയ അത്ഭുതങ്ങൾ വല്ലതും കാണുമ്പോഴേക്ക് ഞാനൊരു വലിയ ആളായി പോയി എന്നൊരു ധാരണ ഒരു മുതഅല്ലിമിന്റെയും ഒരാളുടെയും മനസ്സിൽ കടന്നു പോകരുത്. അതുകൊണ്ടാണ് സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെയും ശൈഖാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മോനെ നീ ഒരു തോട്ടത്തിലേക്ക് കടന്നിട്ട് അവിടെയുള്ള മരങ്ങളുടെ ഇലകൾ ഓരോ ഇലകളും നീ അങ്ങ് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്ന് ഓരോ മരത്തിന്റെയും സർവ്വ ഇലകളും ഉറക്കെ നിന്നെ വിളിച്ച് സലാം പറയുന്നത് കേട്ടാൽ നീ ഒരു മഹാനായി എന്ന് നീ വിചാരിക്കല്ലേ. അതും ചിലപ്പോൾ പടച്ചവന്റെ ഭാഗത്തുള്ള മക്റായിരിക്കാം, നിന്നെ പരീക്ഷിക്കുകയായിരിക്കാം. മഹാന്മാരുടെ ലക്ഷണം അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകളാണെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്? യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ അവർ വളരെ താഴ്മയോടെ നടക്കുന്നവരാണ്. ഞാനൊരു മഹാനാണെന്നോ വലിയവനാണെന്നോ അവരെ മനസ്സിൽ തോന്നൂല. യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്തവരെ വിവരക്കേട് കൊണ്ട് സംസാരിച്ചാൽ അവിടെ സമാധാനത്തിന്റെ വാക്കല്ലാതെ പറയൂല. ആരെത്ര ബഹുമാനിച്ചാലും അതെ അങ്ങനെയാണല്ലോ. നല്ല കാര്യം ഉപദേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എതിർക്കാനുണ്ടാകും, ഒരുപാട് ആളുകളെ ശത്രുതയുണ്ടാകും. വഅ്മുറു ബിൽ മഅറൂഫി വൻഹി അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം. അതുമായി മുന്നോട്ട് കഠിനമായ എതിർപ്പുണ്ടാകും. ആ എതിർപ്പുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് തീരുമാനിച്ച് മുന്നോട്ട് പോകണം. അത് പറഞ്ഞ ഉടനെ അല്ലാഹു തആല ലുഖ്മാനുൽ ഹകീം നിങ്ങളെ ഉപദേശം പറഞ്ഞില്ലേ, വലാ തുസൈർ ഖദ്ദക ലിന്നാസി വലാ തംസി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരു ഭാഗത്ത് കടുത്ത എതിർപ്പുണ്ടാകുമ്പോ തന്നെ ഒരു കൂട്ടർ നിന്നെ നന്നായി ബഹുമാനിക്കാനുണ്ടാവും. അപ്പൊ നീ പൊന്തിപ്പോകരുത്. വലാ തുസൈർ ഖദ്ദക ലിന്നാസ്, ജനങ്ങൾക്ക് നീ മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു കളയുന്നവനാകരുത്. എല്ലാവർക്കും മുഖം കൊടുക്കണം, എല്ലാവരുമായി സൗമ്യമായ പെരുമാറ്റം വേണം. വലാ തുസൈർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ അഹങ്കാരിയായി നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. സ്റ്റാറ്റസ് നടിക്കുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടൂല. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്കാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഔലിയാക്കൾ തന്നെ അല്ലാഹുമായിട്ട് നല്ല സ്നേഹബന്ധമുള്ളവർ, അല്ലാഹുമായി അടുത്തവർ. അല്ലാഹ് ഇഷ്ടപ്പെടും. അല്ലാഹു ഒരിക്കലും അഹങ്കാരികളെ ഇഷ്ടപ്പെടൂല, സ്റ്റാറ്റസ് നടിക്കുന്നവരെ ഇഷ്ടപ്പെടൂല. അപ്പൊ നമ്മളെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം, പ്രവർത്തനങ്ങൾ സുബദ്ധമായിരിക്കണം, തഖ്വയോടുകൂടെ ജീവിക്കണം. അല്ലാഹു തആല സാധുക്കളായ നമുക്കെല്ലാവർക്കും മഹാനായ താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ ഗൗസുൽ അഅ്ളമിന്റെ ബർക്കത്ത് കൊണ്ട്
എല്ലാ മഹത്തുക്കളുടെയും ഈ ഏഴിമല പ്രദേശം തന്നെ വലിയ വലിയ സാദാത്തുക്കൾ, വലിയ വലിയ മഹാന്മാർ വന്നു കൂടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ പരിസരങ്ങളിലും മറ്റുമായി ഉള്ള മഹാന്മാർ. അള്ളാഹു അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ.